സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹംദ ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഏതാനും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ശ്രീമദ് നാരായണീയം തുടരുകയാണ്. 14-ാമത്തെ ദശകത്തിൽ 3-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. കർദമ പ്രജാപതി ദേവഹൂതിയെ വിവാഹം കഴിച്ച് ഭഗവാനെ തപസ് ചെയ്തു. പുത്രലാഭം ഉണ്ടാവാനായിക്കൊണ്ട് സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ തപസ് ചെയ്തു. അപ്പോൾ ഭഗവാൻ ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജ പാണിപത്മം എന്നാണ്. ഗരുഡൻ്റെ പുറത്ത് കയറി മനോഹരമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയിട്ട് കർദമന് ദർശനം കൊടുത്തു. വപുരാവിഷ്കുരുഷേസ്മ കർദമായ, കർദമനായിക്കൊണ്ട് തൻ്റെ ദേഹം സ്വരൂപം കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ കർദമ പ്രജാപതി ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ കർദമനെ അനുഗ്രഹിച്ചു, ഞാൻ തന്നെ അങ്ങയുടെ പുത്രനായിട്ട് വരാം. അതാണ് കപിലാവതാരം. അപ്പം അതിനെ പറയുന്നു അടുത്ത ശ്ലോകം 4-ാമത്തെ. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദൈതം നവാപിപുത്രീ കപിലഞ്ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ജാപ്പനുഗൃഹ്യ നിർഗതോഭൂത്. സ്തുവതേ പുളകാവൃതായ തസ്മൈ, ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക, വിശ്വാസം ഉണ്ടാവുക, ഏതെങ്കിലും നിരക്കൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ ഭക്തന്മാർക്ക് ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണ് ഈ രോമാഞ്ചം മുതലായിട്ടുള്ളതൊക്കെ. കണ്ണീര്, രോമാഞ്ചം, ഗദ്ഗത കണ്ടെത്തും, ശബ്ദമിടറൽ. അപ്പം അങ്ങനെയൊക്കെ നമുക്കുണ്ടായാൽ നമ്മുടെ മനസ്സ് ഈശ്വരനിലേക്ക് എത്തി എന്നും നമ്മുടെ ഉപാസനയ്ക്കോ ഭക്തിക്കോ ഭഗവാൻ അംഗീകാരം തന്നു എന്നോ കൂട്ടാം. അങ്ങനെ ആയാൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ചു, പൈസ ചിലവാക്കി ഒരുപാട് കഴിച്ചു, ഇതൊക്കെ ഒരു മാർഗം നല്ലതാണ്. ശരിക്കും ഈശ്വരനിലേക്ക് എത്തിയ ലക്ഷണമല്ല. അപ്പോൾ എങ്ങനെ ഈശ്വരനിലേക്ക് എത്തിയ ലക്ഷണം കണക്കാക്കാം? അതിവിടെ ഭാഗവതത്തിലും നാരായണീയത്തിലും ഭക്തിരസപ്രധാനമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ നമ്മുടെ ആ ഈശ്വരനോപാസന അത് ശരിയായി എന്നോ ഭഗവാനിലേക്ക് എത്തിയെന്നോ നമ്മളൊരു ഭക്തൻ എന്ന് നമ്മളെ പറയാം. എങ്ങനെയാ പറയാം? സംശയമൊന്നുമില്ല. അത് കണ്ണീര് വരിക, രോമാഞ്ചം വരിക, അതുപോലെ തന്നെ ഗദ്ഗത കണ്ഠത്വം വരിക. അപ്പോൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നുണ്ടോ അങ്ങനെയുള്ളവർക്ക് വെച്ചാൽ അത് ഈ കാര്യസാധ്യം എന്ന് പറയുന്നത് വേറൊരു സംഗതിയാണ്. അതൊക്കെ ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടെല്ലാം നമുക്കുണ്ടാവും എന്ന് വെച്ചാൽ പിന്നെ ഈ ലോകത്തിൽ ദുഃഖം എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു ലോകത്തിലെ നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റുമോ? ആക്സിഡൻ്റ് ഇല്ല, എല്ലൊടിയില്ല, ഓർത്തോനെ കാണിക്കണ്ട, ഡോക്ടറെ കാണിക്കണ്ട, ധാരാളം സമ്പത്തുണ്ട്, നല്ല സുഖമായിട്ടുള്ള ജീവിതം. ഇതൊക്കെ തന്നെയല്ലേ എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. ആരാ അത് ആഗ്രഹിക്കാത്തത്? ആരാ അത് പ്രാർത്ഥിക്കാത്തത്? ഭക്തിയുള്ളവരൊക്കെ ഇത് പ്രാർത്ഥിക്കും, വിശ്വാസമുള്ളവരും പ്രാർത്ഥിക്കും. ഭക്തി വിശ്വാസമുള്ളവരും ഇത് പ്രാർത്ഥിക്കും. അപ്പം അത് എല്ലാ രീതിയിലും അങ്ങനെ തന്നെ ആവണം എന്നില്ല. അതല്ല ഭക്തിയുടെ അളവുകോൽ. നമ്മൾ പ്രാർത്ഥിച്ചു, അത് നടന്നില്ല, അയാൾ ഭക്തനല്ല എന്നാണോ അളവുകോൽ? ഒരിക്കലും അല്ല. അത് നമ്മുടെ പൂർവ്വജന്മ വിധിക്കനുസരിച്ചാണ് നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് വരുന്നത്, പ്രാർത്ഥനയ്ക്കനുസരിച്ചല്ല. ഇതൊന്ന് നേരെ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇപ്പോൾ ഈ പറയണ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായില്ല, ഞാൻ എന്നും കഷ്ടപ്പാടിൽ തന്നെയാണ്, എന്ത് ദൈവ എന്നോളം ഉപാസന ചെയ്ത ആൾക്കാരുണ്ടോ, എന്നിട്ടും ഞാൻ കഷ്ടത്തിലാണ്. ചിലരങ്ങനെ പറയണേക്കാം.
വേറൊരാളെ ചൂണ്ടിയപ്പോൾ അയാളിപ്പോൾ എന്ത് ചെയ്തിട്ട് അയാൾക്ക് സുഖമായിട്ട് ജീവിക്കാനും പറ്റുന്നുണ്ട്. ഇപ്പം എന്താ ഇപ്പം ഇതിനൊക്കെ ഒരർത്ഥം? അങ്ങനെ അല്ല. ഭക്തി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ലൗകിക കാര്യസാധ്യവും സമ്പത്ത് ഐശ്വര്യം ഇതിനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തരുത് എന്നാണ് യഥാർത്ഥമായിട്ട് അറിവുള്ള ആളുകൾ പറയുന്നത്. അതാണ് പറയുന്നത്. പല 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 ഭക്തന്മാരും പഴയ കാലത്ത് അങ്ങേയറ്റം ദാരിദ്ര്യവും ചിലർ രോഗവും അനുഭവിച്ചവരാണ്. ഭട്ടതിരിപ്പാട് ഭക്തിയില്ലാത്ത ആളാണ്, വാതരോഗം കൊണ്ട് ബുദ്ധിമുട്ടി അവസാനം രക്ഷപ്പെട്ടു. കുചേലൻ ഭക്തിയില്ലാത്ത ആളാണ്, എന്തുകൊണ്ട് ദാരിദ്ര്യം അനുഭവിച്ചു? അങ്ങനത്തേക്ക് ഭക്തന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണ്. അപ്പോൾ പണ്ടേ നമുക്ക് ഉദാഹരണമുണ്ട് ഇതിനൊക്കെ. കുറൂരമ്മയാവട്ടെ, എല്ലാവരും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചവരാണ്. അപ്പം അത് എപ്പോഴും ഭക്തിയുടെ ഫലമോ ഭക്തിയുടെ അളവുകോലോ ആയിട്ട് താരതമ്യം ചെയ്യരുത് എന്നാണ് വിദഗ്ധന്മാർ പറയണത്. ഞാൻ പറയണതൊന്നുമല്ല ഇത്. അപ്പം അതവിടെ ഇരിക്കും. ഒരു ഭാഗത്തൊരു കഷ്ടതകൾ, നേട്ടങ്ങൾ, കോട്ടങ്ങൾ രണ്ടും അവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ ഭക്തരാണോ എന്നതിൻ്റെ തെളിവ് തന്നെയാണ് തീർച്ചയായിട്ടും ഗദ്ഗത കണ്ടത്വം, കണ്ണുനീര്, രോമാഞ്ചം. ഇത് നമുക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വെറുതെ പോവില്ല. നമ്മുടെ ഉപാസന വെറുതെ പോയിട്ടില്ല എന്നതിൻ്റെ സ്പഷ്ടമായിട്ടുള്ള തെളിവ് അളവുകോലാണ്. അതുണ്ടാവാനാണ് ഭാഗ്യം ചെയ്യേണ്ടത്. ഈശ്വര എനിക്ക് അത്തരം ഭക്തി തരണമേ. തത് ഭക്തിസ്തു കഥാരസാമൃതജരി ധർമ്മജനേന സ്വയം സിദ്ധ്യന്തി. കഥാശ്രവണത്തിൽ നിന്ന് തന്നെ കിട്ടുന്നതും ഒരു പരിശ്രമം ചെയ്യേണ്ട. സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധ പദവി മക്ലേശതസ്തന്വതി. ജ്ഞാനത്തെ നൽകുന്നതും ക്ലേശമില്ലാതെ കിട്ടുന്നതും ജയത്തൈവോ എന്നാണ്. സൈവാസ്തുമേ ത്വത്പദപ്രേമ പ്രൗഢി. ആ ഭക്തിക്കായി കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. വ്യാസിഞ്ചത്തിപ്പ് ശീതപാഠ്പ്രവിതരേരാനന്ദമൂർച്ചോദ്ഭവേഹി എന്ന് ഭക്തിയുടെ ലക്ഷണം പല ദിക്കിലും പറയേണ്ട. നാരായണീയത്തിൽ 2ാമത്തെ ദശകത്തിൽ 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിര്യന്മല ബോധേ ഭക്തിപദേ ദവാപ്യുജിതദാ മായാന്തി ഗിന്ദാവത കിഷ്ട്വാ തർക്കപദേ പരം തവ ഓ ബ്രഹ്മാക്യമിന്നെ പുനഃച്ചിത്താർത്ഥമൃതേ വിചിന്യ ഭഗവി സ്ഥിത്യന്തി ജന്മാന്തരേഹി. ഇങ്ങനെ ഒരുപാട് ദിക്കിൽ ഭക്തിയുടെ ആ ഒരു മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശീതപാഠ്പ്രവിതരേ ആനന്ദമൂർച്ചോദ്ഭവേ എന്നുള്ളൊരു ശ്ലോകമുണ്ട്. 2ാമത്തെ ഭക്തിയെക്കുറിച്ച് തന്നെയുള്ള ദശകമാണത്. അതിലാണ് ആനന്ദമൂർച്ചോദ്ഭവേഹി എന്ന് പറയുന്നത്. അപ്പോൾ ആനന്ദമായിട്ടുള്ള അവസ്ഥ, അതിൻ്റെ പാരമ്യമാണ് മൂർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭക്തിയോട് കൂടിയിട്ടാണ് ഇദ്ദേഹം ഭഗവാനെ സ്തുതിച്ചത് എന്ന് പറയുകയാണ്. സ്തുവതേ പുളകാവൃതായ തസ്മൈ. പുളകത്തോടുകൂടി സ്തുതിച്ചതായിട്ടുള്ള തസ്മൈ അദ്ദേഹത്തിനായിക്കൊണ്ട്, തസ്മൈ അദ്ദേഹത്തിനായിക്കൊണ്ട് മനുപുത്രീം ദയിതാം. അപ്പോൾ അവിടെ വിവാഹം കഴിക്കണമല്ലോ ആദ്യം, എന്നിട്ടല്ലേ പുത്രൻ ഉണ്ടാവുക. മനുപുത്രീം, സ്വയംഭു മനുവിൻ്റെ മകളായ പുത്രിയെ ആയ ദേവഹൂതിയെ പത്നിയായി കൽപ്പിച്ചു. ദയിത പത്നി, ദേവഹൂതിയായ പത്നിയായും അവളിൽ നിന്ന് 9 പുത്രിമാരെ ആദ്യം ഭഗവാൻ അനുഗ്രഹിച്ച് കൊടുത്തു. 9 പുത്രിമാരുണ്ടാവും. എന്നിട്ടാണ് കപിലവാസുദേവൻ്റെ അവതാരം ഉണ്ടാവുന്നത്. ഒരു പുത്രൻ മാത്രമല്ല, 9 പുത്രിമാർ പ്ലസ് ഒരു പുത്രൻ. അവസാനത്തെ പുത്രൻ ആവും, അത് എൻ്റെ അവതാരമാവുമെന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. മനുപുത്രീം ദയിതാം, സ്വയംഭുവനുവിൻ്റെ മകളായ ദേവഹൂതിയെ പത്നിയായിട്ടും പിന്നെ 9 പുത്രിമാരായി ഭഗവാൻ അനുഗ്രഹിച്ചു. നവാപി പുത്രി, 9 പുത്രിമാരെയും. ഒടുവിൽ കപിലഞ്ച സുതം, കപിലവാസുദേവനായിരിക്കുന്ന പുത്രനെയും സ്വമേവ പശ്ചാത്. ആരാണ് കപിലവാസുദേവൻ? സ്വയം, താൻ സ്വയം തന്നെ അവതരിക്കാൻ പോകുന്ന ആളാണ്. സ്വയമേവ അവതരിക്കുന്നു. കപിലഞ്ച സുതം സ്വമേവ പശ്ചാത്. അതിനുശേഷം സ്വഗതിഞ്ചാപ്യനുഗ്രഹിക്ക നിർഗതോപൂൻ, മോക്ഷത്തെയും അനുഗ്രഹിച്ചു കൊടുത്തു. സ്വഗതി, മോക്ഷം. ഈ വൃത്താശ്രമ ജീവിതമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ ഇങ്ങനെ കടന്ന് തിരിയല്ല പണ്ടത്തെ ഒരു ഏർപ്പാട്. അതിൽ നിന്ന് കരകയറി ഇനി ജനനമരണങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് ഉള്ള പദവിയായ മോക്ഷവും ഭഗവാൻ
അനുഗ്രഹിച്ച് നൽകി എന്നർത്ഥം. അപ്പം എന്തൊക്കെ കൊടുത്തു? മനുപുത്രി ദയിതാം, മനുപുത്രിയായിരിക്കുന്ന ദേവഹൂതിയെ പത്നിയായിട്ടും, നവാഭിപുത്രി 9 പുത്രിമാരെയും, ഒടുവിൽ കപിലഞ്ചസുതം താൻ തന്നെ, സ്വമേവ പശ്ചാത് താൻ തന്നെ പുത്രനായി വരും എന്ന അനുഗ്രഹവും, പിന്നെയോ സ്വഗതിയും ഒടുവിൽ മോക്ഷവും കൊടുത്തു. 4 അനുഗ്രഹമാണ് കൊടുത്തത്. മനുപുത്രീം ദയിതാം, മനുപുത്രിയായിരിക്കുന്ന അവളെ ദേവഹൂതിയെ പത്നിയായിട്ടും, നവാഭിപുത്രി 9 പുത്രിമാരെയും, കപിലഞ്ചസുതം കപിലസുതനായിക്കൊണ്ടും, ഒടുവിൽ മോക്ഷപ്രാപ്തിയെയും അനുഗ്രഹിച്ച് ഭഗവാൻ അന്തർധാനം ചെയ്തു. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാഭിപുത്രീ കപിലഞ്ചസുതം സ്വമേവ പശ്ചാത് സ്വഗതിഞ്ചാപ്യനുഗൃഹ്യ നിർഗതോഭൂത്. എല്ലാവർക്കും വിജയദശമി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.